ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ, സുഖമല്ലേ? അപ്പോൾ എന്താ ഇപ്പം ഇന്ന് ഫുള്ള് അടുപ്പിൽ തന്നെയുള്ള വീഡിയോ എന്നല്ലേ. ഈ അടുപ്പ് ഞങ്ങൾ കത്തിക്കലില്ല കേട്ടോ. അപ്പോൾ ഫൈനലി ഞങ്ങളും അടുപ്പിക്ക് മാറി കേട്ടോ. എന്ന് കരുതി ഞാൻ ഗ്യാസുമ്പോൾ മാത്രമല്ല കത്തിക്കാറ്, ഞാൻ അടുപ്പിലും കത്തിക്കലുണ്ട് കേട്ടോ. പക്ഷേ ഗ്യാസ് കഴിഞ്ഞിട്ടില്ല, കഴിയാറായ സ്ഥിതിക്ക് ഈ അടുപ്പും ഗ്യാസില്ലായ്മയും ഇവിടെ ഒത്തുപോകില്ല കേട്ടോ. കാരണം കയറി ഇങ്ങനെ ഇറങ്ങണ്ടേ. അപ്പോൾ ഈ ഒരു അടുപ്പ് തന്നെ കത്തിക്കാൻ വിചാരിച്ചു. ഇവിടെ ഒരാളുണ്ടോ ചൂട് സഹിക്കാനാവാതെ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ട് കുളിച്ചതാട്ടോ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ട് കിടപ്പിലായി. കുറയ്ക്കാൻ നോക്കിയതാ, കൂടിപ്പോയി. എന്താ അവസ്ഥ? അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ട് അവസ്ഥ ഉണ്ടോ? സ്കൂളിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുത്തുകൊണ്ട് മുഖം കഴുകലും കാല് കഴുകലും കുളിക്കലും ഒക്കെ ഫ്രിഡ്ജത്തെ വെള്ളം കൊണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഞാൻ അഭിപ്രായം ചോദിച്ചാൽ പറയാൻ മടിക്കരുത്, മുണ്ടാണ്ടക്കരുത് കേട്ടോ. ആ അടുപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയട്ടോ. അപ്പോൾ ഇന്നിതാ ഉരുളൻകിഴങ്ങും പയറൊക്കെ പാടെ കറി വെക്കാൻ കേട്ടോ. പിന്നെ എന്താ നൂൽപുട്ടു. അപ്പോൾ ആ അടുപ്പ് ഞങ്ങൾ വെച്ചപ്പോൾ നല്ല ആഗ്രഹിച്ച് വെച്ചതാട്ടോ. ആഗ്രഹിച്ച് വെച്ചു എന്നല്ലാതെ അതിൽ കത്തിക്കാനുള്ളൊരു യോഗം എല്ലാം അറിയില്ല. അതിൽ കത്തിപ്പിടിക്കാൻ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ അതാ പുറത്ത് തന്നെയാണ് കത്തിക്കൽ തുടങ്ങി. മഴ പെയ്ത് അവിടെ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഞങ്ങൾ ആശിച്ച് തീയെത്തി ഇവിടെ ഉള്ളിൽ അടുപ്പ് പിടിപ്പിച്ചു. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ എല്ലായിടത്തും ആ അടുപ്പിൻ്റെ അവസ്ഥ അത് തന്നെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് കേട്ടോ. കാരണം എന്നാൽ നമുക്ക് പറയാലോ, ഒരു മനസ്സുഖം അത്രയേ ഉള്ളൂ എല്ലാവർക്കും. നമ്മൾ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ ചോദിക്കൂലേ. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സുഖം. അപ്പോൾ അങ്ങനെ എൻ്റെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യലുണ്ട്. ഇതാ ചോറിനുള്ള വെള്ളം ഇതാ കണ്ടോ. ഇതാ പുറത്തടുപ്പില്ലാന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തിളച്ചിട്ടുണ്ടാവും. ഇതൊന്ന് ചൂട് കയറാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാട്ടോ. എന്നാലും വേണ്ടിയിട്ട് ഞങ്ങൾ അതിലാണ് തുടരാൻ വിചാരിച്ചു. പിന്നെ കണ്ടോ, ഞാൻ വീഡിയോ ഇടുമ്പോൾ ലൈറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇട്ടത്തായി. അപ്പോൾ ഇതാ കുക്കറിൽ പയർ വെക്കാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. ഗ്യാസ് കഴിയോളം നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാമല്ലോ, അത്ര കാലം സുഖിക്കാമല്ലോ അറിയില്ലേ. അങ്ങനെ ഞാൻ ഗ്യാസുമ്മേ പയറും കറിയൊക്കെ വെക്കാം. പിന്നെ നോമ്പൊക്കെ എവിടെ എത്തി? സുഖമായി പോണു. പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും കുറച്ചൊക്കെ ആൾക്കാരിൻ്റെ വീഡിയോ ഡെയിലി ലൈക്ക് ഇടണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതാരാണ് ലൈക്ക് ഇടണമെന്ന് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ടാലല്ലേ നമുക്കിത് ആരൊക്കെ വീഡിയോസ് കാണുന്നത് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ വാച്ച് അവരും കൂടുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ ആരാന്ന് അറിയണില്ല. അപ്പോൾ ഇതാ നൂൽപുട്ടൊക്കെ ഇതാ അടുപ്പിലിങ്ങനെ വെക്കട്ടെ. ഇങ്ങനെ തുണിയിൽ നൂൽപുട്ട് ഉണ്ടാക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇഡ്ഡലിച്ചെമ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കാൻ. അപ്പം ഒന്ന് തുണിയിലേക്ക് മാറിട്ടോ. തുണിയിലാകുമ്പോൾ ഒരു 3-4 വലിയ വട്ടത്തിൽ ഉണ്ടാക്കി എടുക്കാമല്ലോ. ഇതിനുള്ള തട്ടുകളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾ ഇതുപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കലാട്ടോ. പിന്നെ പയർ കറി ഇല്ല, ഇത് മീൻ കറി കേട്ടോ. അത്താഴത്തിനുള്ള മീൻ കറി. നിങ്ങൾ അത്താഴത്തിന് മീൻ കറിയും കൂട്ടുമോ? ഇവിടെ ചിലവരങ്ങനെയൊക്കെ കൂട്ടും. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പൊക്കവടയാണ് കേട്ടോ. പൊക്കവട എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം ഏറിയിട്ടാണ് തോന്നുന്നു ഒട്ടി പിടിച്ചിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മൈദൊക്കെ ഇട്ട് സെറ്റാക്കി. അങ്ങനെ ഞാൻ ഡെയിലി എണ്ണക്കടി ഉണ്ടാക്കുന്ന ടീമൊന്നുമില്ല കേട്ടോ. നോമ്പ് 30 ഒരു 10-12 ദിവസം മാത്രമേ ഞാൻ എണ്ണക്കടി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ എണ്ണക്കടി കൂട്ടാത്ത ടീംസ് ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ റെഡി ആയതാ മഗ്‌രിബാണ് വാങ്ങി കൊടുത്തപ്പോൾ തന്നെ ടേബിളും എല്ലാം അതൊന്ന് സെറ്റാക്കിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണം.